ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ താഴെ വന്ന ഒരു ക്വസ്റ്റ്യനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വിഷ്വലൈസേഷൻ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന 14 വഴികളാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. 1. റിലാക്സ് ചെയ്തുകൊണ്ട് തുടങ്ങുക. നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത സ്ഥലത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തതിന് ശേഷം ഡീപ് ബ്രെത്ത്സ് എടുത്ത് മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് ആക്കുക. മനസ്സ് ശാന്തമായാൽ മാത്രമേ വിഷ്വലൈസിങ് എബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 2. ചെറിയ ചെറിയ വസ്തുക്കളിൽ നിന്ന് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ചെറിയ എന്തെങ്കിലും വസ്തുക്കൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പന്ത്, എന്തെങ്കിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ടോയ്സ്, ബുക്സ്, അങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ആകൃതി, നിറം, വലിപ്പം, സ്മെല്ല്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ണുകളടച്ച് ആ വസ്തുവിനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രമിക്കുക. അതായത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ എത്ര നേരം നിങ്ങൾക്കത് സാധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക. 3. വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാ സെൻസസും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് കാഴ്ച, ശബ്ദം, മണം, ടച്ച്, രുചി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിഷ്വലൈസേഷനിൽ ഉപയോഗപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആഹാര സാധനങ്ങളാണ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം രുചി എന്നുള്ള സെൻസസ് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 സെൻസസും മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. സെൻസസുകൾക്ക് വിഷ്വലൈസേഷൻ പവർ കൂട്ടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. 4. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ഈ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക. കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. 5. നമ്മൾ നോർമലായിട്ട് കാണുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച് അവ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ച് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ച് മനസ്സ് സ്ട്രെസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ഫൺ പ്രാക്ടീസ് ആയിട്ട് ചെയ്താൽ മതി. 6. ഗൈഡഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻസ് കേൾക്കുക. അങ്ങനെയുള്ളവ വിഷ്വലൈസേഷൻ കൂടുതൽ എളുപ്പമാക്കും. അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. 7. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണം, ഇപ്പം നിങ്ങൾക്ക് ഡ്രീം ഹൗസ് അല്ലെങ്കിൽ ഡ്രീം ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ട് അവ വായിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 8. ബുക്സ് വായിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ കഥാബുക്കുകളാവാം, നോവലുകളാവാം, യാത്രാ വിവരണങ്ങളാവാം, ഇങ്ങനെയുള്ള ബുക്സൊക്കെ വായിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. 9. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചലനം അഥവാ മൂവ്മെന്റ്സ് കൂടി ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരമാല വരുന്നതും പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. അതേപോലെ വീഡിയോസിൽ ആരെങ്കിലും ഡാൻസ് ചെയ്യുന്നതോ പാട്ട് പാടുന്നതോ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് എല്ലാം ശ്രദ്ധിച്ചിട്ട് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ചലനങ്ങൾ വിഷ്വലൈസേഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിഷ്വലൈസിങ് എബിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. 10. ക്രിയേറ്റീവ് ഗെയിംസ് കളിക്കുക. അതായത് ഈ മെമ്മറി ഗെയിംസ്, പസിൽസ് പോലുള്ള മൈൻഡിനെ എക്സസൈസ് ചെയ്യിക്കുന്ന ഗെയിംസുകൾ പ്രാക്ടീസ് ചെയ്യുക. ദിവസം ഒരു 10-15 മിനിറ്റ് വരെ മാത്രം ഈ ഗെയിംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത്തരം ഗെയിമുകൾ സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു ചിത്രം പതിഞ്ഞിട്ടാണ് നമ്മളുടെ സൊല്യൂഷനായിട്ട് മാറുന്നത്. അപ്പോൾ അത് നമ്മൾ മൈൻഡിന് നൽകുന്ന ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് അത് ഓവർ ആവാതെ, അതായത് അഡിക്റ്റഡ് ആവാതെ നമ്മളൊരു 10-15 മിനിറ്റ് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ വിഷ്വലൈസേഷൻ എബിലിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 11. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ പവർ എൻഹാൻസ് ചെയ്യാം. അതായത് വിഷ്വലൈസേഷൻ ടൂളായിട്ടുള്ള വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് പോലുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അതിനകത്ത് ഫോട്ടോസോ വിഷൻ ബോർഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. 12. ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം കൂടുതൽ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെന്ന് സ്വയം വിലയിരുത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക.
13ാമത്തത് നിങ്ങളുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് നേടിയതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു മൊമെൻറ്റിൽ ഏതൊക്കെ സെൻസസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സെൻസസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടോ ആ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ കാണുന്നത്, കേൾക്കുന്നത്, അങ്ങനെ നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം മാക്സിമം വിഷ്വലൈസേഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. 14ാമത്തത് കൺസിസ്റ്റൻ്റായി ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. വിഷ്വലൈസേഷൻ എബിലിറ്റി എല്ലാവർക്കും ഉള്ള ഒരു കഴിവാണ്. പക്ഷെ അത് നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ഷമയോടുകൂടി ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വലൈസേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വിഷ്വലൈസേഷൻ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ കൂടുതൽ പവർഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ലഭിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാവരും ഓവർ സ്ട്രെസ്ഡ് ആവാതെ നിങ്ങൾ കാമായിട്ട് റിലാക്സ് ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താനെ ആ ഒരു എബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.